ഈ സീസണിലെ റാങ്ക്ഡ് മാച്ച് ഒന്നും കളിച്ചത് പോലും ഇല്ലല്ലോ. എല്ലാ സീസണിലും റാങ്ക്ഡ് മാച്ചൊക്കെ കളിച്ച് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുന്നതാ ഞാൻ. ഈ സീസണിൽ എന്തായാലും എനിക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹീറോയ്ക്കെങ്കിലും അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതാരാ വിളിക്കുന്നത്? കുറെ നേരമായല്ലോ. ഏതോ നൂബാണെന്നാ തോന്നുന്നേ. എടാ നൂബേ, നിനക്ക് എന്താടാ കുറെ നേരമായല്ലോ വിളിക്കാൻ തുടങ്ങിയിട്ട്? അയ്യോ ചേട്ടാ, ഞാൻ ഊപൊന്നുമല്ല. ചേട്ടൻ്റെ ഹെൽപ്പൊന്നും എനിക്ക് വേണം, അതിനു വേണ്ടി വിളിച്ചതാ. ചേട്ടൻ വിചാരിച്ച എന്തായാലും പറ്റും ചേട്ടാ. എൻ്റെ ഹെൽപ്പ് വേണമെന്നോ? എടാ എന്ത് ഹെൽപ്പാടാ വേണ്ടത്? ചേട്ടാ, ചേട്ടനൊരു കാര്യം അറിയുമോ? ചേട്ടൻ വിചാരിക്കും പോലെ ഞാൻ ഊപൊന്നും അല്ല ചേട്ടാ. ചേട്ടാ, എനിക്ക് അത്യാവശ്യം നല്ലൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു ചേട്ടാ. അതാണെങ്കിലേ ഒരുത്തനാണെങ്കിൽ ഹാക്ക് ചെയ്തുകൊണ്ട് പോയി ചേട്ടാ. എനിക്കിപ്പോൾ അതിൽ പാസ്വേഡ് അടിച്ചിട്ട് കയറാൻ പറ്റുന്നില്ല. ആ ഒരു ഫേസ്ബുക്കിലാണെങ്കിലേ പാസ്വേഡ് അടിക്കുമ്പോൾ പാസ്വേഡ് തെറ്റാണെന്നൊക്കെയാണ് ചേട്ടാ പറയുന്നേ. അവനാണെങ്കിൽ അതിൻ്റെ പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്തെന്നാ തോന്നുന്നേ. കഷ്ടപ്പെട്ട് വാങ്ങിയ അക്കൗണ്ടാണ് ചേട്ടാ. നല്ലൊരു അക്കൗണ്ടായിരുന്നു, അത്യാവശ്യം ടോപ്പപ്പ് ഒക്കെ ചെയ്യുന്ന അക്കൗണ്ടായിരുന്നു ചേട്ടാ. എന്ത് ചെയ്യാനാ, അവൻ അക്കൗണ്ട് ഹാക്ക് ചെയ്തോണ്ട് പോയില്ലേ ചേട്ടാ. ചേട്ടൻ വിചാരിച്ച എന്തായാലും അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റും. ചേട്ടനൊന്ന് എന്നെ സഹായിക്കുമോ ചേട്ടാ? എങ്ങനെയെങ്കിലും അക്കൗണ്ട് ഒന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി. എടാ നിന്റെ അക്കൗണ്ട് എങ്ങനെയാടാ ഹാക്ക് ചെയ്തോണ്ട് പോയേ? അതൊന്ന് നീ പറയടാ. അതൊന്ന് പറ, എങ്ങനെയാ അക്കൗണ്ട് ഹാക്ക് ചെയ്തോണ്ട് പോയേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാടാ. എടാ നിന്റെ നല്ല അക്കൗണ്ട് ആണോ? നീ ചുമ്മാ വെറുതെ പറയുവാണോ ഇതൊക്കെ? സത്യമാണോടാ? അതെ ചേട്ടാ, ഞാൻ സത്യമാ പറയുന്നേ. ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? സത്യമായിട്ട് എനിക്ക് നല്ല അക്കൗണ്ട് ഉണ്ട്. ആ ഓക്കേടാ. എടാ അങ്ങനെയാണെങ്കിലേ നിന്റെ അക്കൗണ്ട് എങ്ങനെയാ അവൻ സ്കാം ചെയ്തോണ്ട് പോയെന്നൊന്ന് പറഞ്ഞേ നീ. ആ ചേട്ടാ, ഞാനിപ്പോ പറഞ്ഞു തരാം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. ചേട്ടാ, സംഭവം എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു അക്കൗണ്ടിലാണെങ്കിൽ 29 എയർ ഡ്രോപ്പ് വന്നായിരുന്നു. പക്ഷേ എനിക്ക് എടുക്കാനായിട്ട് പൈസ ഒന്നും ഇല്ലായിരുന്നു ചേട്ടാ. അങ്ങനെ ഇരിക്കെ എൻ്റെ ലോബിയിലോട്ടൊരു എൻ്റെ ഫ്രണ്ടാ, ഗെയിം ഫ്രണ്ട് തന്നെയാ, അവനാണെങ്കിൽ എനിക്ക് എടുത്തു തരാമെന്ന് പറഞ്ഞു ചേട്ടാ. അത് ഞാൻ ഇച്ചിരി മടിച്ചെങ്കിലും അവസാനം ഞാൻ അവന് ഐഡിയും പാസ്വേഡും ഇട്ട് കൊടുത്തു ചേട്ടാ. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ആണെങ്കിൽ എനിക്ക് പിറ്റേ ദിവസം തൊട്ട് അക്കൗണ്ട് കയറാൻ പറ്റുന്നില്ല ചേട്ടാ. ഫേസ്ബുക്കിലാണെങ്കിൽ പാസ്വേഡ് തെറ്റാണെന്നൊക്കെയാ ചേട്ടാ പറയുന്നേ. എനിക്കാണെങ്കിൽ ഫേസ്ബുക്കിൽ പോലും ഇപ്പൊ ലോഗിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്ത് ചെയ്യാനാ, എനിക്ക് ആകെ ഇപ്പോൾ ഉള്ളത് ഈ ഒരു ന്യൂബ് അക്കൗണ്ടാ, അതും ഗസ്റ്റ് അക്കൗണ്ടാ ചേട്ടാ. ഇത് എന്ത് ചെയ്യും ചേട്ടാ? എനിക്ക് എങ്ങനെയെങ്കിലും ആ അക്കൗണ്ട് ഒന്ന് തിരിച്ചെടുക്കാൻ വല്ല വഴിയുണ്ടോ? ചേട്ടൻ വിചാരിച്ചാൽ എന്തായാലും പറ്റും ചേട്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റുമോ ചേട്ടാ? എടാ എന്നാലും നീ എന്തൊരു മണ്ടനാടാ. 29 ഡ്രോപ്പിന് വേണ്ടിയിട്ട് അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും ഒക്കെ ആരേലും കൊടുക്കുവോടാ? എടാ ഞാനൊക്കെ അത്രയ്ക്കും വിശ്വാസമുള്ളവർക്ക് പോലും അക്കൗണ്ട് കൊടുക്കാറില്ല, അത് നിനക്കറിയുമോ? നീ എന്തിനാടാ അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും ഒക്കെ കൊടുത്തേ? അവനിപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാടാ. ആ അക്കൗണ്ടിനി തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഞാനിനി എങ്ങനെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ? അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ ചേട്ടാ. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുത്ത് തന്നാ മതി. എന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചെടുത്തതാ ചേട്ടാ. അങ്ങനെയൊന്നും പറയല്ലേ. എന്തെങ്കിലും വഴി കാണും ചേട്ടാ. ചേട്ടാ, എല്ലാവരും എന്നെ ഇപ്പം നൂബേന്നാ വിളിക്കുന്നത് ചേട്ടാ. ഈ ഒരു നൂബ് അക്കൗണ്ട് കാരണം എല്ലാവരും എന്നെ ഇപ്പം നൂബേന്നാ വിളിക്കുന്നത് ചേട്ടാ. ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? എന്തെങ്കിലും വഴിയുണ്ടോ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? എടാ അക്കൗണ്ടിന്റെ പാസ്വേഡ് എല്ലാം അവൻ ചേഞ്ച് ചെയ്തു. പിന്നെ എങ്ങനെ ഞാൻ റിക്കവർ ചെയ്തെടുക്കാനാ? നീ ഒന്ന് പറഞ്ഞു തന്നേ. നിനക്കറിയാമെങ്കിൽ നീ പറ. എടാ എൻ്റെ പണി അക്കൗണ്ട് റിക്കവർ ചെയ്യലൊന്നും അല്ല. അയ്യോ ചേട്ടാ, അങ്ങനെ പറയല്ലേ. എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്ക് ചേട്ടാ. ഞാൻ എൻ്റെ നമ്പർ തരാം, അത് വെച്ച് എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ? എടാ മണ്ട, അവൻ ബുദ്ധിയുള്ള സ്കാമർ ആണെങ്കിൽ എപ്പോഴേ നമ്പരൊക്കെ ചേഞ്ച് ചെയ്ത് കാണും. നമ്പർ വെച്ചൊന്ന് റിക്കവർ ചെയ്യാനൊന്നും പറ്റില്ല ചേട്ടാ. എനിക്കറിയാത്തോണ്ടല്ലേ. എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ നോക്കത്തില്ലേ. എനിക്കറിയാത്തോണ്ടല്ലേ ചേട്ടനോട് പറഞ്ഞേ. ചേട്ടൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്ക്, ചിലപ്പോൾ കിട്ടിയാലോ. ആടാ അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് നോക്കാം. കിട്ടോ ഇല്ലയോന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റൂല. എടാ നിന്റെ നമ്പർ എന്തായാലും ഒന്ന് വാട്സപ്പിൽ ഇട്ടേക്കണേ. ഓക്കെ ചേട്ടാ, ചേട്ടനൊന്ന് ശ്രമിച്ചു നോക്ക്. കിട്ടിയാ കിട്ടിയതല്ലേ. ഞാനിപ്പോ തന്നെ നമ്പർ അയച്ചുതരാവേ. ആ അങ്ങനെ അവസാനം ആ ചെക്കൻ്റെ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തു. അവനൊരു പൊട്ടൻ സ്കാമർ ആയതുകൊണ്ട് തന്നെയാ എനിക്ക് അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റിയത്. അവനാണെങ്കിൽ നമ്പർ പോലും ചേഞ്ച് ചെയ്തിട്ടില്ല.
ആ അതുകൊണ്ട് എന്താ അക്കൗണ്ട് കിട്ടിയില്ലേ? ഇനി എന്തായാലും ആ ചെക്കൻ ഹാപ്പി ആയിരിക്കും. അവനെ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ എടാ, നിന്റെ അക്കൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അക്കൗണ്ട് കിട്ടിയോ? എന്റെ പൊന്നു ചേട്ടാ, എന്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയോ? എന്റെ മോനെ സീൻ. ചേട്ടാ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വിചാരിച്ചാ എനിക്ക് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന്. ചേട്ടാ എങ്ങനെയാ അക്കൗണ്ട് എടുത്തേ? എങ്ങനെയാ ചേട്ടാ അക്കൗണ്ട് എടുത്തത്? എന്നോടൊന്ന് പറഞ്ഞു തരുമോ ചേട്ടാ? എന്നെയും കൂടി ഒന്ന് പഠിപ്പിച്ചു തരണേ ചേട്ടാ, ഈ അക്കൗണ്ടൊക്കെ സ്കാം ചെയ്ത് പോകുമ്പോഴേ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും എൻ്റെ അക്കൗണ്ട് കിട്ടിയില്ലേ ചേട്ടാ? എങ്ങനെയാ അക്കൗണ്ട് എടുത്തത്? എടാ അവൻ എന്തായാലും ഒരു മണ്ടൻ സ്കാമർ ആയതുകൊണ്ട് മാത്രമാ ഇപ്പൊ അക്കൗണ്ട് തിരിച്ചെടുക്കാൻ പറ്റിയത്. അവനാണെങ്കിലേ നിന്റെ നമ്പറൊന്നും ആ അക്കൗണ്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ടെന്താ നിനക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടിയില്ലേ? എടാ അക്കൗണ്ടിന്റെ ഐഡിയും പാസ്വേഡും എല്ലാം ഞാൻ ചേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിനക്ക് അയച്ചു തരാം കേട്ടോ. ചേട്ടാ താങ്ക് യു ചേട്ടാ, ഇത്രയും വലിയ സഹായമൊക്കെ ചെയ്തല്ലേ. ഞാൻ പോയെന്ന് വിചാരിച്ച അക്കൗണ്ടാ ചേട്ടാ റിക്കവർ ചെയ്ത് എടുത്തു തന്നെ. ചേട്ടാ താങ്ക് യു ചേട്ടാ. എടാ അതൊന്നും കുഴപ്പമില്ല, നീ ഇനിയെങ്കിലും അക്കൗണ്ടൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. വെറുതെ 29ന്റെ ഡ്രോപ്പിന് വേണ്ടി ആർക്കും കൊണ്ട് പാസ്വേഡ് ഒന്നും കൊണ്ട് കൊടുക്കല്ലേ. ഇല്ല ചേട്ടാ, ഇനി ആർക്കും ഞാൻ അക്കൗണ്ടിന്റെ പാസ്വേഡ് ഒന്നും കൊടുക്കില്ല ചേട്ടാ. എല്ലാം മതിയാക്കി. ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല ചേട്ടാ, അതാ അവസ്ഥ. അതൊക്കെ പോട്ടെ, എന്തായാലും നിനക്ക് അക്കൗണ്ട് തിരിച്ചു കിട്ടിയില്ലേ? ഇനി എന്തായാലും ഞാനിപ്പം നിനക്ക് ഐഡിയും പാസ്വേഡും വാട്സപ്പിൽ ഇട്ടുതരാം. നീ പോയിട്ടെ ആ ഐഡിയും പാസ്വേഡും അടിച്ച് കയറിയിട്ട് പെട്ടെന്ന് വാ കേട്ടോ. ശരി ചേട്ടാ. A few moments later. ചേട്ടാ അങ്ങനെ ചേട്ടൻ കാരണം എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയേട്ടാ. താങ്ക് യു ചേട്ടാ. എല്ലാവരും എന്നെ നൂബേന്ന് വിളിക്കുമായിരുന്നു ചേട്ടാ, ആ പഴയ അക്കൗണ്ട് കാരണം. ഈ അക്കൗണ്ടിൽ ആരും എന്നെ അങ്ങനെ നൂബേന്ന് വിളിക്കില്ല ചേട്ടാ. ചേട്ടൻ അങ്ങനെ എൻ്റെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് തന്നില്ലേ, വളരെയധികം നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടാ ഈ ഒരു ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ വിചാരിച്ച എൻ്റെ അക്കൗണ്ട് കിട്ടില്ലെന്നാ. എടാ ഞാനും വിചാരിച്ച കിട്ടില്ലെന്നാ, പക്ഷേ നല്ല സ്കാമർ വല്ലതും ആയിരുന്നു എപ്പോഴേ അക്കൗണ്ട് പോയേനെ, കിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കിട്ടില്ലായിരിക്കുമെന്ന്. പക്ഷേ ഇവനൊരു മണ്ടനായി പോയടാ. ഇവൻ നിന്റെ നമ്പരൊന്നും എടുത്ത് കളഞ്ഞില്ലായിരുന്നു. എന്തായാലും ഞാൻ കയറിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് തന്നില്ലേ, അതുപോലെ നിനക്ക്. ചേട്ടാ അത് മതി ചേട്ടാ. എനിക്കറിയായിരുന്നു ചേട്ടൻ വിചാരിച്ച എന്തായാലും പറ്റുമായിരിക്കുമെന്ന്. എനിക്ക് പിന്നെ ഇത് എങ്ങനെ റിക്കവർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ചേട്ടനോട് ചോദിച്ചേ. എന്തായാലും ചേട്ടാ റിക്കവർ ചെയ്ത് തന്നില്ലേ. ഇനി ഞാൻ എന്തായാലും ഒരുത്തനും അക്കൗണ്ട് ഞാൻ കൊടുക്കില്ല ചേട്ടാ. അതിപ്പോ എന്തുവാണെങ്കിലും ശരി. ഒരു 29ന്റെ എയർ ഡ്രോപ്പ് വന്നപ്പോ എടുക്കാൻ കൊടുത്തതാ. എന്തവസ്ഥയല്ലേ, നാണക്കേടാ. 29ന്റെ എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് അക്കൗണ്ടിന്റെ പാസ്വേഡ് വരെയല്ലേ ഞാൻ കൊടുത്തേ. ഇനി എന്തായാലും ഒരുത്തനും കൊടുക്കില്ല ചേട്ടാ. ചേട്ടൻ എന്തായാലും റിക്കവർ ചെയ്ത് തന്നില്ലേ, വളരെ ഉപകാരം. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല.